ഇനി നമുക്ക് കേരളത്തിലെ സാഹചര്യം എന്താണെന്ന് നോക്കാം. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, തെക്കൻ ജില്ലകളിലെ മണ്ഡലങ്ങളിലെ പൊതു സാഹചര്യം എന്താണ് എന്നതാണ് നമുക്ക് വിലയിരുത്താനുള്ളത്. പ്രത്യേകിച്ചും ഈ എക്സിറ്റ് പോൾ ഫലപ്രവചനങ്ങളൊക്കെ തന്നെ ഒരു UDFന്റെ വലിയ മേൽക്കൈ ഈ തെരഞ്ഞെടുപ്പിൽ ഫലം വരുമ്പോൾ ഉണ്ടാകും എന്ന് പ്രവചിക്കുന്നുണ്ട്. കേരളത്തിലും വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ UDFന്റെ മേൽക്കൈ പ്രവചിക്കുന്നതാണ്. തെക്കൻ ജില്ലകളിലെ സാഹചര്യം എന്താണ്? പിന്നെ മറ്റൊന്ന്, NDA ഇത്തവണ അക്കൗണ്ട് തുറക്കുമോ എന്നുള്ള ചോദ്യമാണ്. അത് ചില ചാനലുകൾ 1 മുതൽ 3 സീറ്റുകൾ വരെ NDAക്ക് കിട്ടും എന്ന് ചില ഏജൻസികൾ പ്രവചിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ ഒരു എക്സിറ്റ് പോൾ ഫലം വരുമ്പോൾ NDAക്ക് ഇത്തവണയും അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? ഞാനത് ചോദിക്കാൻ കാരണം തിരുവനന്തപുരവും ആറ്റിങ്ങലും NDAക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളായി പ്രവചനങ്ങളിലുണ്ട്. ഗോപികൃഷ്ണൻ, എക്സിറ്റ് പോളുകൾക്ക് പിന്നാലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ആകാംക്ഷയായി മാറുന്നത് തെക്കൻ കേരളമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങൾ, അതായത് എക്സിറ്റ് പോളുകളിൽ BJPക്ക് 1 മുതൽ 4 സീറ്റ് വരെ അവരുടെ പ്രതീക്ഷ കൽപ്പിച്ച അല്ലെങ്കിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ കൽപ്പിച്ച പ്രകാരം തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട ഈ 3 മണ്ഡലങ്ങളാണ് തെക്കൻ കേരളത്തിൽ BJPക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമായി മാറുക എന്നുള്ളതാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. സ്വാഭാവികമായും അതുകൊണ്ട് ഒരു ദേശീയ ശ്രദ്ധ ആകർഷിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി ഓരോ മണ്ഡലങ്ങളുടെയും അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പോളിംഗ് ശതമാനം കുറഞ്ഞതോടുകൂടി അടിയൊഴുക്ക് ഏത് ദിശയിലേക്ക് നിർണ്ണയിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അവിടുത്തെ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ ചിത്രം മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശശി തരൂരിനെ സംബന്ധിച്ച് സീറ്റ് നിലനിർത്തുക അഭിമാനകരമായ പോരാട്ടമാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ ഒരു പുതുമുഖമായി വന്നു. ആ മണ്ഡലത്തിൽ എല്ലായിടത്തും ജനകീയ മുഖമായി മാറാൻ കഴിഞ്ഞു എന്നുള്ള BJP വിലയിരുത്തലുണ്ട്. തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് BJP സംസ്ഥാന നേതൃത്വം ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാണുന്നത്. അവിടെ LDFനെ സംബന്ധിച്ച് മുൻപ്, അതായത് 2005 സംഭവിച്ചത് ആവർത്തിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അവരെ സംബന്ധിച്ചിട്ടുമുണ്ട്. ഇനി അപ്രതീക്ഷിതമായി വന്ന ഒരു ട്വിസ്റ്റായിരുന്നു ആറ്റിങ്ങലിലും BJPക്ക് സാധ്യതയുണ്ടെന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനം. അതേസമയം ആറ്റിങ്ങലിൽ BJP കളത്തിലില്ല എന്നുള്ളതായിരുന്നു ഇടത് വലത് LDFന്റെയും UDFന്റെയും അവിടുത്തെ അവകാശവാദം. സിറ്റിംഗ് MP ആയിട്ടുള്ള അടൂർ പ്രകാശിനെ എതിർക്കാൻ CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ കളത്തിലിറങ്ങിയ ആറ്റിങ്ങലിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതും ഏറ്റവും കൂടുതൽ ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ CPMനെ സംബന്ധിച്ച് LDFനെ സംബന്ധിച്ച് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ, അതല്ലെങ്കിൽ ആദ്യ പ്രതീക്ഷകളിൽ വരുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇനി ആലപ്പുഴയാണ് മറ്റൊരു നിർണായക മണ്ഡലം. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ഒരൊറ്റ തുരുത്തായി മാറിയ, പ്രതീക്ഷയുടെ ഒരു തുരുത്തായി മാറിയത് ആലപ്പുഴയിലായിരുന്നു. ആലപ്പുഴ മാത്രമാണ് LDFന് നേടാൻ കഴിഞ്ഞത്. ആ ആലപ്പുഴയിൽ KC വേണുഗോപാലിനെ തന്നെ ഇറക്കി UDF പരീക്ഷിക്കുമ്പോൾ ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് UDFനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ നീക്കം എന്ന് പറയുന്നത്. പക്ഷേ ആ മണ്ഡലം നിലനിർത്തുക LDFനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു പോരാട്ടമായി മാറും. പത്തനംതിട്ടയും എക്സിറ്റ് പോളുകളിൽ BJPക്ക് സാധ്യതയുള്ള സ്ഥലമായിരുന്നു, ഒരു മണ്ഡലമായിരുന്നു. അവിടെ തോമസ് ഐസക്കാണ് LDFന് വേണ്ടി കളത്തിലിറങ്ങിയത്. അത് സിറ്റിംഗ് MP യിൽ നിന്ന് തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുണ്ട്. അവിടെയും അനിൽ ആന്റണിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു സ്വാധീനം ആ മേഖലയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെയും അൺപ്രഡിക്റ്റബിൾ ആയി കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. പിന്നീട് 2 മണ്ഡലങ്ങൾ, അതിലൊന്ന് മാവേലിക്കരയാണ്. CPയെ സംബന്ധിച്ച് തിരുവനന്തപുരം കഴിഞ്ഞാൽ മാവേലിക്കര അവർ ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്നുണ്ട്. കാരണം കൊടിക്കുന്നിൽ സുരേഷ് വർഷങ്ങളായി തുടരുന്നു, അല്ലെങ്കിൽ പല ടേമുകളായി തുടരുന്നു. അവിടെ ഒരു യുവമുഖത്തെ പരീക്ഷിക്കുമ്പോൾ ആ സ്വാധീന ശക്തിയിൽ ആ മണ്ഡലം ഇങ്ങ് പോരും എന്നുള്ളൊരു പ്രതീക്ഷ CPയെ സംബന്ധിച്ചും LDFനെ സംബന്ധിച്ചിട്ടുമുണ്ട്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ നമ്മൾ ആ നീക്കങ്ങൾ അല്ലെങ്കിൽ അതിന്റെ അലയൊലികൾ നമ്മൾ കണ്ടതാണ്. അവിടെയും സ്വാഭാവികമായും ഒരു ആകാംക്ഷയുണ്ട്. ഇനി കൊല്ലത്തെത്തിയാൽ ഒരു സ്റ്റാർ ക്ലാസ് പോരാട്ടമായിരുന്നു കൊല്ലത്ത്. അവിടെ സിറ്റിംഗ് MP ആയിരുന്ന NK പ്രേമേന്ദ്രനിൽ നിന്നും ഇത് തിരിച്ചു പിടിക്കാൻ MLA ആയിട്ടുള്ള, സിനിമാ താരമായിട്ടുള്ള M മുകേഷാണ് മത്സരത്തിനിറങ്ങിയത്. അവിടെയും ടൈറ്റ് ഫൈറ്റ് ആയിരുന്നു. ഏതായാലും വലിയ രാഷ്ട്രീയ ആകാംക്ഷ തെക്കൻ കേരളത്തെ സംബന്ധിച്ച്, തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അവിടെ ആദ്യം അല്ലെങ്കിൽ ഒന്നാമതെത്തുക എന്നതിനപ്പുറത്തേക്ക് അതേപോലെ തന്നെ നിർണായകമാണ് രണ്ടാമതെത്തുന്നത് ആര് എന്നുള്ള ചോദ്യം. ഗോപികൃഷ്ണൻ, ശരി, ഇനി നമ്മൾ പോകുന്നത് മധ്യ കേരളത്തിലേക്ക്. ശ്രീകാന്ത് തത്സമയം. ശ്രീകാന്ത്, ഇപ്പോൾ BJPക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള, സംസ്ഥാന നേതൃത്വത്തിന് പ്രതീക്ഷയുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരാണ് എന്നവർ നിസ്സംശയം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം. തൃശ്ശൂർ ഈ എക്സിറ്റ് പോളുകളിലൊക്കെ ഇടം നേടുകയും ചെയ്തു. കൂടാതെ ചില ജില്ലകൾ, അതായത് കോട്ടയം പോലെയൊക്കെയുള്ള ജില്ലകൾ വളരെ നിർണായകമാണത്. ആർക്ക് പോകും ഇക്കുറി കേരള കോൺഗ്രസ് തമ്മിലുള്ള മത്സരം എന്നൊക്കെയുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണത്. ഈ തരത്തിലേക്ക് നമുക്ക് എങ്ങനെ വിലയിരുത്താം? അനുജ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന, സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കും എന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലം അത് മധ്യ കേരളത്തിലാണ് എന്നുള്ളതാണ്. തൃശ്ശൂരാണത്. സുരേഷ് ഗോപിയിലൂടെ തങ്ങൾ ആ കടമ്പ കടക്കും എന്നവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് സ്ത്രീ വോട്ടുകൾ, യുവ വോട്ടുകൾ
ക്രിസ്ത്യൻ വോട്ടുകളിൽ നല്ലൊരു വിഭാഗം ഇത് തങ്ങൾക്കൊപ്പം വരികയും പരമ്പരാഗത BJP വോട്ടുകൾ തങ്ങൾക്ക് പോൾ ചെയ്യപ്പെടുകയും ചെയ്താൽ BJP പ്രതീക്ഷിക്കുന്നത് സുരേഷ് ഗോപി ജയിച്ചു കയറും എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ ഈ TN പ്രതാപന്റെ സീറ്റ് നഷ്ടം അത് ഈ ധീവര സമുദായാംഗങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ പ്രതാപൻ അല്ലെങ്കിൽ പിന്നെ സുരേഷ് ഗോപി ആ രീതിയിൽ വോട്ട് ചെയ്യുമെന്നും അവരുടെ ഒരു മനക്കണക്കുണ്ട്. അത് വെച്ചാണ് ഈ പ്രതീക്ഷ വാനോളം ഉയർന്നു നിൽക്കുന്നത്. എക്സിറ്റ് പോളുകളിൽ അങ്ങേയറ്റം ആവേശഭരിതരാണ് BJP. സംസ്ഥാന നേതൃത്വം സംസ്ഥാനത്തൊട്ടാകെ കണക്കാക്കുന്ന വിജയ ശതമാനം, വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 20 മുതൽ 22% വരെ വോട്ട് പാർട്ടിക്ക് കിട്ടുമെന്നാണ്. പക്ഷേ ദേശീയ തലത്തിൽ എക്സിറ്റ് പോളുകൾ പറയുന്നത് അത് 27-28% വരെ വരാം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ വോട്ടുകൾ അത്രയും കൂടേണ്ടത് പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള മണ്ഡലങ്ങളിലാണ്. അതിൽ ഏറ്റവും അധികം സാധ്യത BJP കാണുന്നതും തൃശ്ശൂരാണ് വോട്ട് കൂടാൻ. അങ്ങനെയെങ്കിൽ പോലും സുരേഷ് ഗോപി ജയിച്ചു കയറുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മത്സരിക്കുന്ന പാലക്കാട് അവരുടെ ഒരു പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. ചില എക്സിറ്റ് പോളുകൾ അവിടെ LDF വിജയത്തിലേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്, UDF വിജയിക്കും എന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആലത്തൂരിൽ വലിയ അഭിമാന പോരാട്ടം നടന്നതാണ്. മന്ത്രി K രാധാകൃഷ്ണൻ മത്സരിക്കുന്നു, രമ്യ ഹരിദാസ് ശക്തയായ എതിരാളിയാണ്. അവിടെ ഒരു ടഫ് ഫൈറ്റാണ് ആലത്തൂരിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എക്സിറ്റ് പോളുകൾക്ക് പോലും പിടികൊടുക്കുന്നില്ല ആ മണ്ഡലം. മറ്റൊന്ന് ഇടുക്കിയാണ്. ഇടുക്കിയിൽ UDF സ്മൂത്തായ ഒരു ജയം പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ശതമാനത്തിൽ കുറവ് വന്നാലും അവരവിടെ ഒരു വിജയം പ്രതീക്ഷിക്കുന്നു. എറണാകുളത്ത് വോട്ട് കുറഞ്ഞത് കോൺഗ്രസിനെ അലോസരപ്പെടുത്തുന്നുണ്ട്. പക്ഷേ വിജയം സുനിശ്ചിതമാണ്, തങ്ങളുടെ ഉരുക്ക് കോട്ടയാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ഒരു വശത്ത് നിൽക്കുന്നു. ഒപ്പം തന്നെ ചാലക്കുടിയിലും ബെന്നി ബെഹനാൻ തോൽക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ എത്ര ശതമാനം വോട്ടുകൾക്ക് ജയിക്കും എന്ന് പറയാൻ അദ്ദേഹം ഇനിയും തയ്യാറായിട്ടില്ല. കാരണം വോട്ടിംഗ് പെർസെൻറ്റേജിലൊക്കെ കുറവ് വന്നിരുന്നു, അത് തിരിച്ചടിയാകുമെന്ന ഭയമുണ്ട്. കോട്ടയത്തേക്ക് വരുമ്പോൾ രസകരമായ മത്സരമാണ് നടന്നത്. ഈ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരിൽ ആര് ജയിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അവിടെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചത് LDFന് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ശരി, ഏതായാലും മധ്യ കേരളത്തിലെ മണ്ഡലങ്ങൾ ഏത് തരത്തിലാണ് വിധിയെഴുത്ത് നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാകാൻ പോകുന്നതേ ഉള്ളൂ. അവിടെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഇപ്പോൾ UDFനെ സംബന്ധിച്ച് UDFന് മേൽക്കൈയുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. അവിടെ തൃശ്ശൂരിൽ NDA വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ഏത് തരത്തിലായിരിക്കും ജനവിധി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മധ്യ കേരളത്തിലെ മണ്ഡലങ്ങൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി വിശദീകരിച്ചത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.